ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ പ്രതികരണം ലഭ്യമാകുന്നുണ്ട്. അതിലേക്ക് അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, എന്നിട്ട് അതിനുശേഷം എന്ത് തീരുമാനമെടുക്കണമെന്ന് ആ സമയത്ത് പറയാം. അങ്ങനെ ഞാൻ ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ. അത് ഈ മാധ്യമങ്ങളിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് അടക്കമാണോ പരാതി നൽകിയിട്ടുള്ളത്? അതിൽ എന്റെ കയ്യിൽ വന്നിട്ടുള്ളത് പരാതിയുടെ ഒരു കോപ്പി മാത്രമാണ്. അതിലിപ്പം മെയിലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പരിശോധിച്ചതിന് ശേഷം പറയാം. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് വലിയ കുറ്റകരമായിട്ടുള്ള കാര്യം തന്നെ. അത് കുറ്റകരം തന്നെയാണ്, ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിനകത്തുള്ള ഒരു പരിമിതികളുണ്ടല്ലോ. നമുക്ക് പരാതിക്കാരി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇതിന് ഗർഭചിത്രത്തിന് വിധേയമായിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നവർ ഇപ്പോഴും നമുക്ക് കാണാമറിയത്താണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. അത് ഒരു പരിമിതിയല്ല. കാരണം ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന്റെ മേലെ കമ്മീഷന് പരാതി നൽകുന്നതിന് തടസ്സമില്ല. അതിൽ ആളെ നമ്മൾ അതിനകത്ത് കൺസെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ, എല്ലാ കാര്യങ്ങളും അവരിൽ നിന്ന് നമ്മൾ അവരെ കാണണ്ടേ, എഫക്ട് ചെയ്തിട്ടുള്ള ആളെ കാണണ്ടേ. അതുകൊണ്ട് നമ്മൾ ഒരു പരിമിതിയാണ്. ഈ പരാതി ജനുവിനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തുടർ നടപടി എന്തൊക്കെയായിരിക്കും ബാലാവകാശ കമ്മീഷൻ സ്വീകരിക്കാൻ കഴിയും? അത് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം. ആ പോലീസ് കേസെടുക്കുമല്ലോ. അപ്പോൾ സമയത്ത് പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കാം. നമുക്ക് ശുപാർശ ചെയ്യാൻ കഴിയും. നമുക്ക് ശുപാർശ ചെയ്യാം, ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാം. ആവശ്യമായ നടപടികൾ എന്തൊക്കെ എടുക്കണമെന്ന് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാം. നിലവിൽ ഈ വിഷയത്തിൽ അന്വേഷണം കമ്മീഷന്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ടോ? അന്വേഷണം ഇപ്പം നമ്മളിപ്പോൾ പരിശോധിക്കട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് പരിശോധിക്കുന്നതേ ഉള്ളൂ ആ പരാതി. വിശദമായി പരാതി പരിശോധിച്ചതിന് ശേഷം ബാക്കി എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് അതിനുശേഷം തീരുമാനിക്കാം.